ഹായ്, ഞാൻ രാജി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നേച്ചർ ഹബ് എന്ന ഈ ഒരു ചാനലിലേക്ക് എത്തുന്ന പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരു സബ്സ്ക്രൈബിനടുത്തുള്ള ഒരു ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിടുക. അപ്പോൾ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. അതുപോലെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ ഗാർഡനിങ് ഒക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ്സിന് ഒരു ഫെർട്ടിലൈസർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഫെർട്ടിലൈസർ ഏതാണെന്ന് കണ്ടു നോക്കുക. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കൂടി എല്ലാവരും കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇന്ന് നമ്മൾ ചെടികൾക്ക് കൊടുക്കുന്നത് എപ്സം സാൾട്ടാണ്. അപ്പോൾ വളരെ കുറച്ച് അളവിൽ മാത്രമേ ഇന്ന് എപ്സം സാൾട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ്, നല്ല ചൂടൊക്കെയാണ്. പിന്നെ ഇവിടെ നമുക്ക് അത്യാവശ്യം മഴയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു കെമിക്കൽ ഫെർട്ടിലൈസർ നമ്മൾ കൊടുക്കുന്നത്. വളരെ നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്ത ശേഷം മാത്രം ചെടികൾക്ക് ഇപ്പോൾ ഇത് കൊടുക്കുക. അപ്പോൾ വളരെ കുറച്ച് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇലകളിലും വേരുകളിലും ഒക്കെ നല്ല രീതിയിൽ കിട്ടുന്ന പോലെ നമുക്ക് ഈ ഒരു ഫെർട്ടിലൈസർ കൊടുക്കാം. ഇത് നല്ല രീതിയിൽ റൂട്ടുകളൊക്കെ വരാനും, നിറച്ച് റൂട്ടുകൾ വരാനും, പുതിയ ഷൂട്ടുകൾ വരാനും, അതുപോലെ നിറച്ച് പൂക്കളുണ്ടാകാനും ഒക്കെ സഹായിക്കുന്ന ഒരു കെമിക്കൽ ഫെർട്ടിലൈസറാണ് എപ്സം സാൾട്ട്. അതുപോലെ ഒച്ചിൻ്റെ ശല്യം ഒരു പരിധി വരെ നമുക്ക് അകറ്റി നിർത്താനും ഈ ഒരു എപ്സം സാൾട്ട് കൊടുക്കുന്നതിലൂടെ സാധിക്കും. അപ്പോൾ ഈ ഒരു ഫെർട്ടിലൈസർ എല്ലാവരും കൊടുക്കുക. മാസത്തിലൊരിക്കൽ എന്തായാലും ഈ ഒരു ഫെർട്ടിലൈസർ ഓർക്കിഡ് ചെടികൾക്ക് കൊടുക്കുക. അപ്പോൾ എൻ്റെ ഓർക്കിഡ്സിലാണെങ്കിൽ നിറച്ച ഒച്ചിൻ്റെ ശല്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പോട്ടി മിക്സിൽ ഞാൻ മെറ്റിലിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു മാസത്തിൽ എന്തായാലും ഒരു പ്രാവശ്യം വെച്ച് ഞാൻ ഈ ഒരു എപ്സം സാൾട്ടും കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത് രണ്ടും ചെയ്തതിലൂടെ ഒരു പരിധി വരെ എൻ്റെ ഓർക്കിഡ് പ്ലാന്റ്സിൽ ഇപ്പോൾ ഒച്ചിൻ്റെ ശല്യമൊന്നുമില്ല. ഇപ്പോൾ പ്ലാന്റ്സുകൾ മുന്നേ ആണെങ്കിൽ അതിൻ്റെ ലീഫുകളൊക്കെ കടിച്ച് നശിപ്പിക്കുമായിരുന്നു. അതുപോലെ പുതുതായിട്ട് വരുന്ന ബഡുകളെല്ലാം ഇതുപോലെ ഒച്ച് കഴിച്ച് നശിപ്പിക്കുമായിരുന്നു. ഇപ്പോൾ എന്തായാലും അങ്ങനെ ഒരു പ്രശ്നം എൻ്റെ ഓർക്കിഡ് പ്ലാന്റ്സിന് വളരെ കുറവാണെന്നല്ല, ഇപ്പോൾ ഒട്ടും ഇല്ല എന്ന് തന്നെ പറയാം. അതുപോലെ നമ്മൾ ഈ ഒരു എപ്സം സാൾട്ട് ഫെർട്ടിലൈസർ കൊടുക്കുന്നതിന് മുന്നേ ഒരു 2 ആഴ്ച മുന്നെങ്കിലും നമ്മൾ ഓർഗാനിക് ഫെർട്ടിലൈസർ കൊടുത്ത് സ്റ്റോപ്പ് ചെയ്യണം. സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം ഒരു 2 ആഴ്ചയ്ക്ക് ശേഷം മാത്രം നമ്മൾ എപ്സം സാൾട്ട് കൊടുക്കുക. അങ്ങനെ കൊടുക്കുന്നെങ്കിൽ മാത്രമേ നമ്മുടെ ചെടികൾക്ക് അവർ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള റിസൾട്ട് ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഓർക്കിഡ് ചെടികൾ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഇതുപോലെ മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും എപ്സം സാൾട്ട് ഫെർട്ടിലൈസർ കൊടുത്ത് നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ ബൈ.